ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും ക്യൂട്ടാട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്നും ഞാനൊരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. പക്ഷേ ഓർക്കിഡ് അല്ല കേട്ടോ. ഇന്ന് ഞാൻ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് അഡീനിയാണ്. അഡീനിയത്തിലെ അറബിക്ക വെറൈറ്റീസാണ് ഇന്ന് എനിക്ക് വന്നിട്ടുള്ളത്. കുറേ ആയിട്ട് ഞാൻ വാങ്ങിക്കണമെന്ന് ആഗ്രഹിച്ച ഒരു പ്ലാന്റാണ് കേട്ടോ അറബിക്കം. പക്ഷേ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ പിന്നെ വേണ്ടാന്ന് വെക്കുന്നതാണ്. ഇപ്രാവശ്യം എനിക്ക് നല്ലൊരു സെല്ലർ കിട്ടി. ആന്ധ്രാപ്രദേശിൽ നിന്നാണ് കേട്ടോ നമുക്ക് പ്ലാന്റ് വന്നിട്ടുള്ളത്. സാംബശിവ എന്ന് പറയുന്ന ഒരു സെല്ലറാണ് നമുക്ക് അയച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെയുണ്ടെന്ന് നോക്കാം കേട്ടോ. ഞാൻ ഈ പ്ലാന്റ്സ് വാങ്ങിയിട്ടുള്ളത് ഒരു ഓഫറിലാണ് കേട്ടോ. ഒരു അഡീനിയം ഗ്രൂപ്പിൽ നിന്നാണ് ഇവരുടെ ഈ കോണ്ടാക്റ്റ് നമ്പർ എനിക്ക് കിട്ടിയത്. അന്നേരം ഞാൻ അവരെ ഡയറക്റ്റായിട്ട് കോണ്ടാക്ട് ചെയ്തപ്പോൾ അവരെനിക്ക് ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു, പ്ലാന്റിൻ്റെ സൈസൊക്കെ ഇട്ടുതന്നു. അപ്പോൾ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് എനിക്കൊരു തോന്നൽ, ഇത് ഫേക്കാവോ, ഇത്രയും റേറ്റ് കുറവിൽ എങ്ങനെയാണ് ഇത്രയും പ്ലാന്റ്സ് തരിക, അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ഞാനത് വേണ്ടാന്ന് വെച്ചു കേട്ടോ ഫസ്റ്റ് ടൈം. പിന്നെ വീണ്ടും അവരെന്നെ കോണ്ടാക്ട് ചെയ്തിട്ട് എനിക്ക് പ്ലാന്റിൻ്റെ പിക്ചറൊക്കെ അയച്ചു തന്നു. ഈ സെയിം പ്ലാന്റ് തന്നെയാണ് അയച്ചു തരിക. 6 പ്ലാന്റ്, പിന്നെ 1000 രൂപയ്ക്ക് കൊറിയർ ചാർജ് ഫ്രീ ആയിട്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി, സത്യം. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇത് ഫേക്കാണ് തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ അവരായിട്ട് ഇനിയിപ്പോൾ എന്തായാലും ഞാൻ ആദ്യം അവരോട് പറഞ്ഞു, ഞാൻ ആദ്യം പ്ലാൻസ് കൈ കിട്ടിയിട്ട് ക്യാഷ് ഇട്ടെന്നാൽ മതിയാവും ചോദിച്ചു. അപ്പോൾ അവരത് പറ്റൂല എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ രണ്ടും കൽപ്പിച്ച് എന്തായാലും പോയാൽ പോയി, കിട്ടിയാൽ കിട്ടിയെന്ന് വിചാരിച്ച് അങ്ങനെ പൈസ ഇട്ട് കൊടുത്തു. അങ്ങനെ അവരെനിക്ക് പ്ലാന്റ് അയച്ചതിന് ശേഷം പിന്നെ ട്രാക്കിംഗ് ID ഒക്കെ അയച്ചു തന്നു കേട്ടോ. സ്പീഡ് പോസ്റ്റ് വഴിയാണ് അവർ പ്ലാന്റ് അയച്ചത്. എനിക്കൊരു 6-ാം തീയതിയാണ് തോന്നുന്നു അവർ പ്ലാന്റ് അയച്ചത്. എനിക്കൊരു 10-ാം തീയതി 11-ാം തീയതി എനിക്ക് പ്ലാന്റ് കിട്ടുകയും ചെയ്തു കേട്ടോ. പ്ലാന്റ് അയക്കണതിന് മുന്നേ അവരെനിക്കിട്ട് തന്ന ഫോട്ടോ ആണ് കേട്ടോ ഇത്. ഇനി നമുക്ക് കിട്ടിയ പ്ലാന്റ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഈ അറബിക്കം എന്ന് പറയുന്നത് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. അതിൻ്റെ ഫ്ലവറിൻ്റെ വെറൈറ്റിക്ക് അനുസരിച്ചല്ല അതിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്, അതിൻ്റെ കോഡെക്സിൻ്റെ ഷേപ്പിനനുസരിച്ചാണ് കേട്ടോ. അറബിക്കം പൊതുവെ ആനകളുടെ കാലിനോടാണ് സാമ്യമുള്ളത്. അപ്പോൾ നമുക്ക് സെയിം പ്ലാന്റ് തന്നെ, ഇത് ഞാൻ ആ ഫോട്ടോയിൽ കണ്ട പ്ലാന്റ് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ഇത് റബേക്ക ക്രോസ് സുമോ എന്നാണ് ഇതിൻ്റെ ID വരുന്നത് കേട്ടോ. അങ്ങനെ ഓരോ 6 വെറൈറ്റിക്കും 6 പേരുകളാണ്. അത് നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ദഹിക്കാത്ത പേരുകളാണ് കേട്ടോ ഓരോന്നും. അടുത്ത പ്ലാന്റും നല്ല അടിപൊളി പ്ലാന്റാണ് കേട്ടോ. സ്റ്റെമ്മിനോ വേരിനോ ഒന്നും ഒരു ഡാമേജും പറ്റിയിട്ടില്ല. ഇവരിത് 2 ദിവസം പോട്ടി മിക്സ് ഒഴിവാക്കി ഡ്രൈ ആക്കിയതിന് ശേഷം ലീഫെല്ലാം കട്ട് ചെയ്തിട്ടാണ് നമുക്ക് അയച്ചു തരുന്നത്. അതായത് 4-5 ദിവസം ബോക്സിലിരിക്കാനുള്ളതല്ലേ. നമ്മൾ അറബിക്കം മറ്റ് സാധാരണ നോർമൽ അഡീനിയം അല്ലെങ്കിൽ ക്രാഫ്റ്റ് ചെയ്ത അഡീനിയം ഒക്കെ ആണെങ്കിലും അതിനേക്കാളൊക്കെ ഒരുപാട് സെൻസിറ്റീവ് കൂടുതലുള്ള ഒരു വെറൈറ്റിയാണ്. അപ്പോൾ അവർ ഒരിക്കലും ഡാമേജ് വരാണ്ടിരിക്കാനാണ് ഇങ്ങനെ ചെയ്യണത് കേട്ടോ. നമ്മൾ പോട്ട് ചെയ്ത് 1 വീക്ക് കൊണ്ട് തന്നെ നിറയെ ലീഫൊക്കെ വരും കേട്ടോ. പിന്നെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. ഞാൻ പറഞ്ഞല്ലോ സെൻസിറ്റീവ് കൂടുതലാണെന്ന്. അടുത്ത പ്ലാന്റും നല്ല പ്ലാന്റ് തന്നെയാണ് കേട്ടോ. പിന്നെ പ്ലാന്റുകൾ കുറച്ച് ചെറുതാണ്, എന്നാലും കുഴപ്പമില്ല, നമുക്ക് നല്ല അഫോർഡബിൾ റേറ്റിനാണല്ലോ കിട്ടിയത്. പിന്നെ ഞാൻ 1 വർഷം മുന്നേ കൊൽക്കത്തയിൽ നിന്ന് ഇതേപോലെ ഓൺലൈനായിട്ട് പ്ലാന്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അന്ന് 15 ദിവസം എടുത്തു എനിക്ക് പ്ലാന്റ് അയച്ചിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. മാത്രമല്ല അത് കിട്ടിയപ്പോഴേക്കും അതിൻ്റെ സ്റ്റെമ്മൊക്കെ ആകെ ചുളുങ്ങിപ്പോയിരുന്നു. അതിൻ്റെ വീഡിയോ യൂട്യൂബിലുണ്ട്, വേണമെങ്കിൽ എടുത്ത് നോക്കിയാൽ മനസ്സിലാകും. അതിനെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതൊക്കെ എത്രയോ നല്ല പ്ലാന്റുകളാണ്. അവരെന്നെ കാണിച്ചിട്ടുള്ള സെയിം പ്ലാന്റ് തന്നെയാണ് അവരെനിക്ക് അയച്ചു തന്നിട്ടുള്ളത്. അതിലൊരു സംശയവുമില്ല, അത് നമുക്ക് ആ ഫോട്ടോ കണ്ടാൽ തന്നെ മനസ്സിലാവും. പിന്നെ അപ്പോൾ ഞാനും ഇവരെ പറ്റിയിട്ട് ആദ്യം ഫേക്കാകും തന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ എനിക്ക് അവർ ജെന്യുവനായിട്ടുള്ളൊരു സെല്ലറാണെന്ന് മനസ്സിലായി. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ തന്നെ റെഡി ആയത്. അപ്പോൾ എന്തായാലും സെല്ലർ നമ്പർ ഞാൻ ഈ സ്ക്രീനിൽ കാണിക്കാം. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെച്ചാൽ വാങ്ങിയാൽ മതി. ഞാൻ ആരെയും നിർബന്ധിക്കില്ല കേട്ടോ. കാരണം എനിക്ക് നല്ല പ്ലാന്റ് കിട്ടിയെന്ന് കരുതി നിങ്ങൾക്ക് നല്ല പ്ലാന്റ് കിട്ടിക്കൊള്ളണമെന്നില്ല.
എനിക്ക് ആളൊരു ജെനുവിനായിട്ടുള്ള ആളാണെന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഞാൻ അവരുടെ നമ്പറും കാര്യങ്ങളൊക്കെ ഇതിൽ ഷെയർ ചെയ്യണത്. താല്പര്യം ഉണ്ടെങ്കിൽ വാങ്ങുക, അവരോട് കോണ്ടാക്ട് ചെയ്ത് നിങ്ങൾക്ക് സംസാരിച്ച് തൃപ്തിയാണെങ്കിൽ മാത്രം വാങ്ങിയാൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മുമ്പ് ആരെങ്കിലും ഇവരുടെ കയ്യിൽ നിന്ന് പ്ലാന്റ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക എന്നും പറയുന്ന പോലെ തന്നെയാണ്. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം കേട്ടോ.